തുടക്കം തന്നെ എൻ്റെ മേക്കപ്പ് മിറർ താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ റിലേറ്റഡ് ടു ഏവിയേഷനാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ കുറേ പേര് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പ്രൊഡക്റ്റ് കാണിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഉണ്ട്. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റോസ് വാട്ടർ മിസ്റ്റാണ്. അതെപ്പോഴും നമ്മുടെ ഫേസിനൊരു റിഫ്രഷ്മെൻറ്റ് തരുമല്ലോ. അത് നല്ലോണം നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ആസ് യൂഷ്വൽ മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ലോട്ടസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ റീസെൻ്റായിട്ട് ഇമോലിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ പിന്നെയും ലോട്ടസിൻ്റെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഓൾറെഡി വാങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലാഷ് ഷീൽഡിൻ്റെ സൺസ്ക്രീനാണ്. ഇപ്പോൾ ഡേ ടൈം ആയതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ലോണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാഷ് ഷീൽഡ് എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയ ഒരു സൺസ്ക്രീൻ അല്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് തീരണ വരെ തൽക്കാലം ഇത് ഞാൻ യൂസ് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം ഫൗണ്ടേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് മിയോണിൻ്റെ ഫൗണ്ടേഷനാണ്. ഞാനതൊന്ന് ഒരു കോൺസെൻട്രേഷൻ ഒന്ന് കുറയ്ക്കും. അതിൻ്റെ കൂടെ കുറച്ച് മോയ്സ്ചറൈസറും പിന്നെ കുറച്ച് യെല്ലോ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു ടോണും കിട്ടും, ഒരു യെല്ലോയിഷ് ഒരു ടോൺ കിട്ടും എനിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തു, ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തു. ചില സമയത്ത് ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാറുണ്ട്, ചില സമയത്ത് സ്പഞ്ച് കൊണ്ടായിരിക്കും, ചില സമയത്ത് സിംപ്ലി കൈകൊണ്ട് യൂസ് ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്താലും നല്ലോണം ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 9 ഇയേഴ്സായിട്ട് ഈ ഒരു പ്രൊസീജിയർ എല്ലാ ദിവസവും ഉള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ അത്ര പാടുള്ള കാര്യമാണ്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആയിക്കോളും. ഇത് ശീലമായി കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണോ അല്ലെങ്കിൽ അങ്ങനെ അധികം മേക്കപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പഞ്ച് കൊണ്ടോ തന്നെ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും മാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഓറഞ്ച് കറക്റ്ററൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എനിക്കിപ്പോൾ തൽക്കാലം വേറെ മാർക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ഇടുന്നില്ല കേട്ടോ. നല്ലോണം ഇത് അത്യാവശ്യം കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. പിന്നെ ഡെയിലി നമുക്ക് എല്ലാ ദിവസവും മേക്കപ്പ് ഇടുന്നതുകൊണ്ട് തന്നെ കുറേ സ്റ്റെപ്സ് ഓഫ് മേക്കപ്പ്സ് ഇടുന്നില്ല. ജസ്റ്റ് ഫൗണ്ടേഷൻ കൊണ്ട് കാര്യം ഓക്കെ ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ലൂസ് പൗഡർ കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൂസ് പൗഡർ ചിലപ്പോൾ ഞാൻ ലൂസ് പൗഡറായിട്ട് എടുക്കാറുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ബേബി പൗഡർ യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹിമാലയയുടെ ബേബി പൗഡറാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോമ്പാക്റ്റ് പൗഡറാണ്, യെല്ലോ പൗഡറാണ്. ഇത് പാക്കിൻ്റെ ആണ് കേട്ടോ. പാക്കിൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്ത് നല്ലോണം ഫേസ് ഒന്നും കൂടി നമുക്ക് ഫൗണ്ടേഷൻ്റെ പുറമെ ഒരു കൺസീലർ ഒരു എഫക്റ്റും കൂടി തരും. കാരണം നല്ലൊരു കവറേജ് ഉള്ളൊരു സംഭവമാണിത്. എൻ്റെ 10/10 ആണ് ഇതിന്. കാരണം അത്ര അടിപൊളി പ്രൊഡക്റ്റാണ്. ചില സമയത്ത് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ പോലും ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കവറേജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും. അപ്പോൾ നല്ലോണം കോമ്പാക്റ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ്. നമുക്ക് ഓരോ എയർലൈനും ഓരോ പാലറ്റ്സ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്തിരിക്കുക, ഓരോ ഷെയ്ഡ്സ് ആയിരിക്കും അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുക. ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമായിരിക്കും. അപ്പം ഞങ്ങളുടെ ഗ്രൂമിങ് ഇതനുസരിച്ച് ഈ ഒരു ലുക്കാണ് നമുക്ക് അലൗഡ് ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഈ ഒരു ബ്രൗൺ സ്മോക്കി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്മോക്കി ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു ഇതിൽ അലൗഡ് ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് ബ്രൗൺ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പാലറ്റിൽ ബ്രൗൺ യൂസ് ചെയ്ത് നല്ലോണം ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ബ്രൗൺ കളറൊന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് ലൈനിങ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഐലൈനർ ഇല്ല, ഇപ്പോൾ പുതിയ ലുക്കിൽ ഐലൈനർ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ എയർലൈനിലും ഓരോ ഡിഫറെൻറ്റ് ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് മേക്കപ്പ് ലുക്സ് ആയിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ
എല്ലാം ഹൈലൈറ്റർ, ബ്ലഷ് ഇതെല്ലാം അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറയാം കേട്ടോ. ഇനി അതേപോലെ ഐലാഷ് കോളർ യൂസ് ചെയ്ത് നല്ലോണം ഐലാഷ് ഒന്ന് കോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലുക്കിൽ ഐസാണ് കുറച്ച് നല്ല എന്താ പറയുക സ്മോക്കി ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം മസ്കാര ഇട്ട് കൊടുക്കണം, എന്നാലാണ് ആ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. എഗെയിൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്, നെക്സ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ബ്ലഷ് ഫേസസ് കാനഡയുടെ ഒരു പിങ്കാണ്, ഹോട്ട് പിങ്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെക്കമെൻഡ് ആയിട്ടുള്ള മേബിളിൻ്റെ മാസ്റ്റർ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് മോൾട്ടൺ ഗോൾഡ് ആണ് കേട്ടോ. അപ്പോൾ ഹൈയസ്റ്റ് പോയിൻറ്റ്സിൽ ചീക്ക് ബോൺസ്, നോസ് ബ്രിഡ്ജിൽ അത് നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് നൈക്കയുടെ ബ്രൈഡ് ക്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന ഷെയ്ഡാണിത്. അപ്പോൾ ഇതൊരു വൈൻ റെഡ് ആ ഒരു കളറിലേക്ക് പോകുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈലും കൂടി ചെയ്യണം. ഹെയർ സ്റ്റൈൽ ഓൾറെഡി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോ. അപ്പോൾ അത് കണ്ടു നോക്കാം കേട്ടോ. ഇന്ന് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ബ്രെയ്ഡഡ് ബണ്ണാണ്. സൈഡിൽ ഞങ്ങളുടെ റെക്കമെൻഡഡ് ബോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോയി റെഡി ആവണം, അതായത് യൂണിഫോം ഇടണം. യൂണിഫോം ഇട്ടിട്ടുള്ള വീഡിയോ അലവല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.